നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഒരു അവധി ദിവസമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇന്ന് ഒരു പുതിയ നല്ല ആഴ്ച പ്രതീക്ഷിച്ചുകൊണ്ട് ജോലിക്കൊക്കെ പോയി മടങ്ങിയെത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഉള്ളവരൊക്കെ ഉണ്ടാകും. എന്തായാലും നമുക്ക് ഇന്ന് ഇതുവരെ നടന്ന വാർത്തകൾ നോക്കാം വിശദമായി. 5 ഫോക്കസ് വാർത്തകളിലൂടെ വിശദമായി തന്നെ അത് പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഒരു വലിയ നോവാണ് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾ. പുല്ലുവിള സ്വദേശി ജോൺ, അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണ എന്നിവർക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുകയാണ്. ഇപ്പോൾ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ശക്തമായി തെരച്ചിൽ നടക്കേണ്ട ആദ്യ ദിവസങ്ങൾ പാഴായി എന്ന വിമർശനം ആ കുടുംബങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അതിലും ദുഃഖകരമായിരുന്നു ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗമായ ആരും ഇതുവരെ എത്താതിരുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ ജീവന് വിലയില്ലേ എന്ന്, ഞങ്ങളുടെ വോട്ടിന് മാത്രമേ വിലയുള്ളൂ എന്ന് ആ കുടുംബങ്ങൾ ചോദിച്ചത് 3 മാസം തികയ്ക്കാത്ത ഈ സർക്കാരിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു. പരാതികൾ ശക്തമായിരിക്കെ ഒടുക്കം 11ാം നാൾ അവരെത്തി. മുഖ്യമന്ത്രി നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി അവരെ സന്ദർശിച്ചു. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും പൂവാറിലെ ജോണിന്റെ വീട്ടിലും മുതലപ്പുഴയിലെ ഷിജിന്റെ വീട്ടിലും ഇന്നെത്തി. ഉറ്റവരെ കാത്തിരിക്കുന്നവരുടെ പരാതി പ്രളയമാണ് എല്ലായിടത്തും കേൾക്കാനായത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയുടെ അമ്മ എസ് രേഷ്മ അനുഭവിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഗൗതം ഉൾപ്പെടെ 14 അംഗ സംഘം സഞ്ചരിച്ച വള്ളം നീണ്ടകര മേഖലയിൽ മറിഞ്ഞത്. അപകടത്തിൽ ഗൗതമിന്റെ മുത്തച്ഛൻ പുത്തൻതുറ പൂമുഖം വീട്ടിൽ യു രാജീവൻ, പിതാവ് രാധാകൃഷ്ണൻ എന്നിവർ മരിച്ചിരുന്നു. അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ ഇരയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്കിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. തെരച്ചിലിന്റെ അനാസ്ഥ ആരോപിച്ച് കഴിഞ്ഞ ദിവസം രേഷ്മ തീരദേശ പോലീസ് സ്റ്റേഷനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മകനെ കണ്ടെത്തിയില്ലെങ്കിൽ നിരാഹാരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതുമൊക്കെയാണ് നമ്മുടെ സംവിധാനത്തെ ഉണർത്തിയത്. പിന്നീടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ടാകുന്നതും തെരച്ചിൽ ഊർജിതമാകുന്നതുമൊക്കെ. ഗൗതം കൃഷ്ണയ്ക്കായി കടലിലും കായലിലും തീരദേശത്തുമൊക്കെ ഇപ്പോൾ വ്യാപകമായി തെരച്ചിൽ നടക്കുകയാണ്. തെരച്ചിലിനായി നാവികസേനയുടെ കപ്പൽ INS കൽപ്പേനിയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും കൊല്ലത്തെത്തി പരിശോധന പുരോഗമിക്കുകയാണ്. അതിനു പിന്നാലെയാണ് ഇന്നലെ ആദ്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂറും ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മയെ ആശ്വസിപ്പിക്കാനെത്തിയത്. പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രിയും എത്തി. രേഷ്മയെയും കുടുംബത്തെയും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. ഒരു കുടുംബത്തിനും ഉണ്ടാകാൻ പാടില്ലാത്ത ദുരന്തമാണ് അവർ നേരിടുന്നത്. കാണാതായ ആൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായിരിക്കുമ്പോൾ മാത്രമാണ് തെരച്ചിൽ നിർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരമാവധി എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. സർക്കാരിന് സാധ്യമായ തരത്തിൽ സർക്കാർ ഈ കുടുംബങ്ങളെ സഹായിക്കും. ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാകും നടപ്പിലാക്കുക എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി അടിയന്തരമായി താൽക്കാലിക സംവിധാനം നടപ്പിലാക്കുന്നതിലേക്ക് കടക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്ന് കേൾക്കാം. 3 പേരെയാണ്, 2 പേരെ നഷ്ടപ്പെട്ടു, ഒരാളെ കാണാതായി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ ചെയ്തത്. അവരെ കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്തും നടത്താത്ത രീതിയിലാണ് ആള് നഷ്ടപ്പെട്ടിട്ടും ഇത്രയും ദിവസമായിട്ടും തിരച്ചിൽ നടത്തുന്നത്. ചില പ്രതികൂലമായ കാലാവസ്ഥയുടെ സമയത്ത് മാത്രമാണ് നടക്കാറുള്ളത്. അല്ലാതെ എല്ലാ ദിവസങ്ങളിലും ഡോണിയർ വിമാനം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഉള്ള പരമാവധി സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ചും ഒക്കെ നടത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തും ഒരാൾ, മുതലപ്പുഴയിലും ഇവിടെയും ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ 2 സ്ഥലത്തും പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി നടക്കുകയാണ്. പക്ഷെ ഇതുവരെ ഈ 3 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട താൽക്കാലികമായ സംവിധാനം ഉണ്ടാക്കും, പെർമനന്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും.
അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മന്ത്രി ശ്രീ അബ്ദുൽ ഗഫൂർ അതുപോലെ ശ്രീ ഷിബു ബേബി ജോണും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി അവർ തന്നെ എല്ലാവരുമായിട്ട് ആലോചിച്ചു, മത്സ്യത്തൊഴിലാളികളുമായിട്ട് ആലോചിച്ചു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. എന്നാൽ മുഖ്യമന്ത്രി ഇത്രയും പറഞ്ഞത് വളരെ സ്വീകാര്യമായ കാര്യങ്ങളാണ്. എന്നാൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപത്തിൽ വസ്തുതയില്ല എന്നതാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആദ്യ ദിവസം മുതൽക്കേ തന്നെ എല്ലാ രീതിയിലുമുള്ള തെരച്ചിൽ നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. മോശം കാലാവസ്ഥയിൽ തെരച്ചിലിന് പോകുന്നവർ കൂടി അപകടത്തിൽപ്പെടുന്ന സാഹചര്യം എത്തിയപ്പോൾ മാത്രമാണ് താൽക്കാലികമായി തെരച്ചിൽ നിർത്തിയത് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കുടുംബത്തിൽ നിന്ന് ഒരാളെ കാണാതായാൽ സ്വാഭാവികമായും അവർക്ക് വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പോലീസിനും സർക്കാരിനുമെതിരെ അവർ നടത്തുന്ന വിമർശനങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നു എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിമർശിക്കപ്പെടേണ്ടവർ തന്നെയാണ് സർക്കാരും മന്ത്രിമാരും. പക്ഷേ സാധ്യമായതെല്ലാം ഇതുവരെ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നതാണ് വിശദീകരണം. ഇനിയും അത് തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. കാലാവസ്ഥാ പ്രവചനം പരിഷ്കരിക്കാനും മുന്നറിയിപ്പ് നൽകുന്നതിൽ അതീവ ജാഗ്രത പുലർത്താനും സർക്കാർ സന്നദ്ധരാണ്. അതിനുള്ള നടപടികളിലേക്കും സർക്കാർ കടക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുകയാണ്. പരാതി ഏറ്റവും ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ എത്തുന്നത്. ഏതാണ്ട് 11ാമത്തെ ദിവസമാണ് എത്തുന്നത്. മാത്രവുമല്ല, ഇതുവരെ ആദ്യം മുതൽ തന്നെ ഈ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടന്നില്ല എന്നത് ഈ കുടുംബങ്ങൾ തന്നെ തെളിവുകൾ സഹിതം സാക്ഷ്യം പറയുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ മറൈൻ എൻഫോഴ്സ്മെന്റ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കട്ടപ്പുറത്താണ് എന്ന യാഥാർത്ഥ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷവും മുഖ്യമന്ത്രി ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമാണ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. എന്തായാലും പരാതി ശക്തമാകുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും മത്സ്യത്തൊഴിലാളികളുടെ വീട് സന്ദർശിച്ചത്. പുല്ലുവിള സ്വദേശി ജോൺ, അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ എന്നിവരുടെ വീട് ഇന്ന് ഇരുവരും സന്ദർശിച്ചു. വിഴിഞ്ഞത്തെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും ഫിഷറീസ് മന്ത്രിയോടും കാണാതായ ജോണിന്റെ മകൾ ജിജി രൂക്ഷമായി തന്നെ പ്രതികരിച്ചു. മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്നും അതിന് മാപ്പ് പറയണമെന്നും ജിജി ആവശ്യപ്പെട്ടു. ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ ഒരു വിഭാഗം ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അവരെ അടിച്ചമർത്തുന്ന രീതിയിലോ സംസാരിക്കുന്നത് ശരിയല്ല. തങ്ങളുടെ കൂടി വോട്ട് വാങ്ങിയാണ് മന്ത്രിമാർ ഈ പദവികളിൽ എത്തിയതെന്ന കാര്യം മറക്കരുതെന്നും ജിജി പറഞ്ഞു. സർക്കാരിനോട് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതിനെ തെറ്റായിട്ട് ഒരിക്കലും ആരും വ്യാഖ്യാനിക്കരുത്. ഇതിൽ നിന്ന് വരുന്ന ഒരു മോശം പ്രതികരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഒരു ചെറിയൊരു കാര്യമായിരിക്കും പറയുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം മുഴുവനും ഇങ്ങനെയാണ് എന്നൊരു രീതിയിൽ ചിന്തിച്ചു പോകും. അല്ല, മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും അങ്ങനെ ആയിരുന്നു. മുരളീധരൻ എന്ന് പറഞ്ഞ മന്ത്രിയും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞ് കടലിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. മുഖ്യമന്ത്രി ഒരു ഇതിൽ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അത് കടലിൽ അങ്ങനെയല്ലേ, കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്നോട് ഫോൺ കോളിലും അദ്ദേഹം സൂചിപ്പിച്ചത്, അതെ, ഫോൺ സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കരക്കാർ കടലിലോട്ട് വന്നാലുള്ള അവസ്ഥ അറിയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹർട്ട് ചെയ്യുന്നു. കാരണം ഞങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ചെയറിന്റെ ഒരു പ്രധാനം അദ്ദേഹം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യമുണ്ട്. ജോണിന്റെ വീട്ടിലെ ഈ സന്ദർശനത്തിന് ശേഷം മന്ത്രിമാർ അഞ്ചുതെങ്ങിലെ ഷിജിന്റെ വീട്ടിലും എത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഇതിനിടെ മുതലപ്പുഴ സന്ദർശിച്ച മന്ത്രിമാർ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തുമെന്നും ഡ്രഡ്ജിംഗിനായി ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. തെരച്ചിൽ ഊർജിതമാക്കുമെന്നും മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. നമ്മൾ ശക്തമായി തന്നെ നടപടിയെടുക്കുകയാണ്. ഇപ്പൊ തന്നെ ലൈഫിൽപ്പെടുത്തിയ ഒരാൾക്ക് വീട് കിട്ടിയില്ല, മത്സ്യത്തൊഴിലാളി. ഇതാണ് ബഡ്ജറ്റിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം മെയിൻ്റെനൻസ്, പിന്നെ SOP തയ്യാറാക്കാം. നമ്മൾ ഈ 2 മാസം അല്ലേ ആയോ. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഫിഷറീസ് മിനിസ്റ്ററും അത് ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മളത് ചെയ്യും. കഴിഞ്ഞതായാലും കഴിഞ്ഞു. നിങ്ങളെ ബുദ്ധിമുട്ടും വേദനയും ഞങ്ങൾ 100% ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കുണ്ടായാൽ ആ വേദന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അതിനകത്ത് വിഷമില്ല. അത് അധികാരം കൊണ്ട് പറയുന്നതാണ്. പക്ഷേ നാളെ ഇതാർക്കും ഉണ്ടാവാതിരിക്കാൻ എങ്ങനെയെങ്കിലും തെരച്ചിൽ പൂർത്തിയാക്കി ജീവനോട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഞങ്ങൾ ഊർജിതമായി തന്നെ നടത്തുന്നു. നാളെ ക്യാബിനറ്റ് ഉണ്ട്. നമ്മൾ ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങളിലൂടെ സർക്കാരിന് ഈ കുടുംബങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഈ സന്ദർശനം നേരത്തെ ആക്കാമായിരുന്നു.
മുഖ്യമന്ത്രി കണക്കുകൾ പറഞ്ഞ് രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയാനാണ് ഇതുവരെ ശ്രമിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രി തീരപ്രദേശത്ത് പോയപ്പോഴുണ്ടായ അനുഭവം ഓർമ്മിപ്പിച്ചു. അത് ആ പ്രദേശത്തെയും അവിടുത്തെ നിവാസികളെയും ആകെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലായി. അതിന് മാപ്പ് പറയണം എന്ന ആവശ്യമാണ് ജിജി ഇന്നും ഉന്നയിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം പറഞ്ഞും മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതും വൻ വിമർശനത്തിനാണ് ഇടയാക്കിയത്. ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ 11ാം ദിവസം ഈ സന്ദർശനം നടക്കുന്നത്. നമുക്കറിയാം, മറ്റൊരു ദുരന്ത മേഖലയിലേക്ക് മുഖ്യമന്ത്രിയെ പോലെയുള്ള വ്യക്തികൾ എത്തുമ്പോൾ അത് ഒരുപക്ഷെ അവിടെ നടക്കുന്ന തെരച്ചിലിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും തടസ്സമായേക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു സംഭവമല്ല. കടലിൽ പോയ മനുഷ്യരെ കാത്തുകിടക്കുന്ന മനുഷ്യരാണ്. അവർക്കൊപ്പം ഈ സർക്കാരുണ്ട്, ഈ സംവിധാനമുണ്ട് എന്ന് ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ അവിടെ എത്തി പറയുന്നത്, അവരെ ചേർത്ത് നിർത്തുന്നത് അവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതായിരിക്കും. പക്ഷേ അത് ഉണ്ടായില്ല. മാത്രവുമല്ല, അവർക്ക് ഏറ്റവും പരാതിയുള്ളത് തെരച്ചിൽ ഊർജിതമായിരുന്നില്ല എന്നതാണ്. ആദ്യ ദിവസം എന്ന് പറയുന്ന ആ ഗോൾഡൻ അവേഴ്സ്, ആ തെരച്ചിൽ നടത്തേണ്ടുന്ന, അവരെ രക്ഷപ്പെടുത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം പാഴായി പോയി എന്നതാണ്. അപ്പോഴും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് ഇത്ര ദിവസം തെരച്ചിൽ നടന്ന മറ്റൊരു സന്ദർഭമുണ്ടോ എന്നതാണ്. ഇത്ര ദിവസത്തെ തെരച്ചിൽ എന്നതല്ല, ആദ്യ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരച്ചിൽ എന്നതാണ് ആ കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ന്യായീകരണം കൊണ്ട് മുഖ്യമന്ത്രി അവരെ കുറ്റപ്പെടുത്താനും ചെറുതാക്കാനും ശ്രമിച്ചു എന്ന വികാരമാണ് അവർക്കുള്ളത്. അതാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ സംബന്ധിച്ച് വിവാദമുയർന്നതോടെ 10 വർഷത്തിനിടയിൽ കാണാതായവരുടെ കണക്കുകളും സർക്കാർ പുറത്തുവിട്ടിരുന്നു. 10 വർഷത്തിനിടെ ഏതാണ്ട് 160 മത്സ്യത്തൊഴിലാളികളെയാണ് കാണാതായിരിക്കുന്നത്. 469 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 47,773 മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്താനും കഴിഞ്ഞതായി ഫിഷറീസ് വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപത്തിനിടെയാണ് ഫിഷറീസ് വകുപ്പ് ഈ വിശദീകരണ കുറിപ്പ് പുറത്തുവിട്ടത്. 10 വർഷത്തിനിടെ നടത്തിയത് 5072 കടൽ രക്ഷാപ്രവർത്തനങ്ങളും 23,000 പട്രോളിംഗുമാണ്. വർഷത്തിൽ ഏകദേശം 300 മുതൽ 600 വരെയുള്ള സീ റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടക്കുന്നതായും ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. എന്നാൽ മറൈൻ ആംബുലൻസ് സംവിധാനത്തിന്റെ ദുരവസ്ഥ നമ്മൾ കണ്ടതാണ്. ഓഖിക്ക് പിന്നാലെ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച 3 മറൈൻ ആംബുലൻസുകൾ വിഴിഞ്ഞം, വൈപ്പിൻ, ബേപ്പൂർ മേഖലകളിൽ വിന്യസിക്കുകയും അവയ്ക്ക് പ്രതീക്ഷ, പ്രത്യാശ, കാരുണ്യ എന്നീ പേരുകൾ നൽകുകയും ചെയ്തു. പക്ഷേ കോടികൾ മുടക്കി കടലിലിറക്കിയ ഈ ബോട്ടുകൾ കട്ടപ്പുറത്താണ്. പഴകിയ മത്സ്യബന്ധന ബോട്ടുകളാണ് രൂപമാറ്റം വരുത്തി ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ജീവനക്കാർ പോലും, ഉദ്യോഗസ്ഥർ പോലും ജീവൻ പണയം വെച്ചാണ് ഈ തെരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഏർപ്പെടുന്നത്. അങ്ങനെ നിരവധി പിടിപ്പുകേടുകളുടെ വാർത്തയാണ് വന്നത്. കേരളത്തിനെ ദുരന്ത മേഖലകളിൽ സഹായഹസ്തമായി നിൽക്കുന്ന കേരളത്തിന്റെ സ്വന്തം സേനയെ കരുതാൻ കൂടുതൽ ശക്തമായ ഇടപെടൽ വേണം എന്നതാണ് ഇതൊക്കെ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തിയത്. മുന്നറിയിപ്പ് സംവിധാനം വേണം. അതിന് മത്സ്യത്തൊഴിലാളികൾക്കും ആ മേഖലയിലെ പരിചയസമ്പന്നർക്കും പറയാനുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് മാർഗങ്ങൾ കണ്ടെത്തണം. ഇതൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് കഴിഞ്ഞ 11 ദിവസമായി ഉയർന്നു കേൾക്കുന്നത്. ഇത് ഇപ്പോൾ കാണാതായ ഈ മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അവർക്ക് അവരുടെ ഏക ഉപജീവന മാർഗമാണ് കടലിൽ പോയുള്ള മത്സ്യബന്ധനം. ഏതെങ്കിലുമൊക്കെ കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അത് കൃത്യമാകാതെ തന്നെ അവരോട് പോകരുത് എന്ന് പറയുന്നവർ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് തിരക്കുന്നുണ്ടോ എന്നതാണ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത ഒരു കോസ്റ്റൽ യൂത്തിന്റെ പ്രതിനിധി ചോദിച്ചത്. അപ്പോൾ അവരുടെ ഏക ഉപജീവന മാർഗമാണ്. അവരെ സംരക്ഷിക്കണം, കൂടെ നിർത്തണം, അവർക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ കൊടുക്കണം, അവരുടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തണം. അതിന് അധികാരികൾ കൂടെ ഉണ്ടാകണം. അത് ഏതെങ്കിലും ഒരു സംഭവത്തിൽ മാത്രമല്ല, അതൊരു സിസ്റ്റം എന്ന നിലയിൽ തുടർച്ചയായുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതുമാകണം എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. എന്തായാലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന, അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്ന യുവാക്കളുടെ, ആ വീട്ടിലെ തന്നെ ദുരന്തം നേരിട്ടിരിക്കുന്ന ജിജി എന്ന പെൺകുട്ടിയുടെ ഒക്കെ ശബ്ദം, അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആകെയുള്ളതാണ്. അവരുടെ പ്രശ്നങ്ങളാണ് അവർ ഈ വിഷമ സ്ഥിതിയിലും ഉറക്കെ പറയുന്നത്. എന്തായാലും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വാക്കുകളിൽ ഒതുങ്ങരുത്. മത്സ്യത്തൊഴിലാളികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാവും നടപ്പാക്കുക എന്നത് ഏറ്റവും സ്വാഗതം ചെയ്യുന്നു. അത് നടപ്പാക്കുകയാണ് വേണ്ടത്. ആ കുടുംബത്തിന് കടുത്ത വേദനയിലും ഇത് ചോദിക്കേണ്ടി വന്നു എന്നൊരു സാഹചര്യം ഇരിക്കുന്നുണ്ട്. അവർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകരുത്. ഇപ്പോഴും ആ കുടുംബം ഈ രംഗത്ത് വന്ന് സംസാരിച്ച ഓരോ മനുഷ്യരും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നേരിടുകയാണ്.
കേരള സമൂഹത്തിന് തന്നെ അപമാനമാണ് അത്. അവരെ ചേർത്ത് പിടിക്കുകയും ഒപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയുമാണ് സർക്കാരും ഈ സമൂഹവും ചെയ്യേണ്ടത്. രണ്ട് അറസ്റ്റുകൾ, അത് നൽകുന്ന സന്ദേശം. കേരളം അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കേസുകളിൽ പ്രതിയായ പോലീസിനെ വെല്ലുവിളിച്ച ഗുണ്ട അർജുൻ ആയങ്കിയും ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ബിജെപി ബൌദ്ധിക സെൽ കൺവീനറായിരുന്ന TG മോഹൻദാസും. ഗുണ്ടകൾക്കും വിദ്വേഷ പ്രചാരകർക്കുമുള്ള മുന്നറിയിപ്പാണ് ഈ രണ്ട് അറസ്റ്റുകളും. ഇത്തരക്കാരെ പൂട്ടുമെന്ന സന്ദേശം ജനങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുന്നവർക്ക് ഇതൊരു പാഠമാകണം. ഒപ്പം ഗുണ്ടയായ അർജുൻ ആയങ്കി തനിക്ക് ലഭിച്ച രാഷ്ട്രീയ പിന്തുണ തുറന്നു പറഞ്ഞത് അങ്ങനെയുള്ള സംരക്ഷണം ഒഴുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇപ്പോഴും ഈ രണ്ട് വ്യക്തികളെയും അനുകൂലിച്ച് രംഗത്ത് വരാൻ ആളുണ്ട് എന്നതും ആശ്ചര്യകരമാണ്. ആ പിന്തുണയ്ക്കുന്നവരുടെ മനസ്ഥിതിയും ഈ സമൂഹത്തിന് എതിരാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഏറെ നാടകീയതകൾക്കൊടുവിലാണ് അർജുൻ ആയങ്കിയെ ഞായറാഴ്ച പോലീസ് പിടികൂടിയത്. കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്ന് പുലർച്ചെ 1:30ക്കാണ് ടൗൺ പോലീസ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ പൂട്ടാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം. ആയങ്കിക്കെതിരെ കാപ്പ് ചുമത്തും. ഇതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഈ ആഴ്ചയ്ക്കുള്ളിൽ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അർജുൻ ആയങ്കിയുടെ സ്റ്റേഷനായ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SHO ആണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇത് കണ്ണൂർ SP-ക്ക് കൈമാറി കമ്മീഷണർ വഴിയാണ് കളക്ടറേറ്റിലേക്ക് എത്തുക. ഏത് തരത്തിലാണ് കാപ്പ ചുമത്തേണ്ടതെന്ന് കളക്ടറാണ് തീരുമാനിക്കുക. നാടുകടത്തണമോ ജയിലിലടയ്ക്കണമോ എന്നീ കാര്യങ്ങൾ കളക്ടർ തീരുമാനിക്കും. സാധാരണഗതിയിൽ 2-3 മാസങ്ങളെടുത്താണ് കാപ്പ കേസുകളിൽ തീരുമാനമെടുക്കാറുള്ളത്. എന്നാൽ അർജുൻ ആയങ്കിയുടെ കേസ് പ്രത്യേകമായി പരിഗണിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ ശ്രമം എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ അർജുൻ ആയങ്കിയുടെ കേസുകൾ പലതും കാപ്പ് ചുമത്തുന്നതിന് സാധിക്കാത്തതാണ് എന്ന കാര്യവുമുണ്ട്. അത് പോലീസിന് തിരിച്ചടിയാണ്. രാഷ്ട്രീയ കേസുകൾ ഉണ്ടെങ്കിൽ കാപ്പ് ചുമത്താൻ സാധിക്കില്ല. 7 വർഷം മുൻപുള്ള കേസുകളാണെങ്കിലും കാപ്പ് ചുമത്തുന്നതിന് തടസ്സങ്ങളുണ്ട്. അർജുൻ ആയങ്കിയുടെ പേരിലുള്ള പല കേസുകളും 7 വർഷം മുൻപുള്ളതാണ്. പുതിയ കേസുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം. തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കോതമംഗലം ഊന്നുകൽ SHO-മാരെ ഭീഷണിപ്പെടുത്തിയ കേസുകളിൽ അർജുനെ അറസ്റ്റ് ചെയ്യാൻ ഊന്നുകൽ പോലീസ് കൂത്തുപറമ്പ് കോടതിയിൽ അനുമതിക്കായി അപേക്ഷ നൽകും. കോടതി അനുമതിയോടെ മാത്രമേ ജയിലിൽ പോയി പോലീസിന് മറ്റ് കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇതിനുശേഷം കോതമംഗലം കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുന്നതോടെ മാത്രമേ ആയങ്കിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. അർജുൻ ആയങ്കി പിടിയിലാകുന്നതിന് മുൻപ് വരെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പ്രണവിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. പോലീസിനോടുള്ള വെല്ലുവിളി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും പോസ്റ്റുകളിൽ കമന്റിട്ടവരെയും അവരുടെ പിന്നാലെയും പോലീസ് ഉണ്ടെന്നും ADGP P. വിജയൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കേരളത്തിലെ സാഗർ ഏലിയസ് ജാക്കിയാണെന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ വാഴ്ത്തുപാട്ടുകൾ വരുന്നത്. അത് ഹീറോ ആണോ സീറോ ആണോ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ മാത്രമല്ല, റോം ഹീറോസിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോലീസ് വർഷിപ്പേഴ്സിന് പിന്നാലെയുണ്ട്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ചില ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിനെ ലൈക്ക് ചെയ്യുകയോ അതിനെ അനുകൂലിക്കുന്ന കമന്റ് ചെയ്യുകയോ അവരെ ഹാർബർ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെയായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പൊക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണല്ലേ ഇത് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നുള്ളത് ഒരു ടിൽ ദി എൻഡ് ഓഫ് ഗുണ്ടകളെല്ലാവരെയും നിയമത്തിന് മുമ്പിൽ പ്രോപ്പറായിട്ട് വരുന്നവരെ ഉണ്ടായിരിക്കും. അപ്പോ അർജുൻ ആയങ്കിക്ക് വേണ്ടി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുകൾ ഇടുന്നവരെ പിന്തുണയ്ക്കുന്നവരെയും ഒക്കെ ഈ നിരീക്ഷണത്തിൽ കൊണ്ടുവരും എന്ന് ADGP പറയുന്ന വാക്കുകൾ ഒരിക്കൽ കൂടി കേൾപ്പിച്ചതാണ്. കാരണം സമൂഹ മാധ്യമത്തിൽ അത്തരക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന സാഹചര്യത്തിലാണ് ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത്. മറ്റൊരു അറസ്റ്റ് അത് TG മോഹൻദാസിന്റേതാണ്. ഇന്നലെ മട്ടാഞ്ചേരി ചെറളായിലെ വീട്ടിലെത്തിയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. നിയമ നടപടികളും വൈദ്യപരിശോധനയും ഒക്കെ പൂർത്തിയാക്കി രാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ലാപ്ടോപ്പും മൊബൈലും പിടിച്ചെടുത്തു. കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മോഹൻദാസിനെ ഏതാണ്ട് പുലർച്ചെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്.
ഡൽഹി ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ വിവാദ പരാമർശം. സംഭവത്തിൽ AIYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനാണ് ആദ്യം പരാതി നൽകിയത്. പിന്നാലെ നിരവധി പേർ പരാതി നൽകി. എന്നാൽ കേസിൽ മോഹൻദാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഒടുവിൽ പരാതികളെത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പരാമർശങ്ങളാണ് പ്രചരിപ്പിച്ചത്. വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവന നടത്തി വിദ്യാർത്ഥികളിൽ ഭയം സൃഷ്ടിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചതായും ഡിജിറ്റൽ തെളിവുകൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ടി.ജി. മോഹൻദാസിനെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം AJM കോടതി. ഇപ്പോൾ വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഉപാധികൾ? വിവരങ്ങൾ എന്താണ്? ജാമ്യം നിഷേധിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെടെ മുഖവിലയ്ക്ക് എടുത്ത് അതുമായി ബന്ധപ്പെട്ട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് കർശനമായ ഉപാധികളോടെ ടി.ജെ. മോഹൻദാസിന് തിരുവനന്തപുരം വഞ്ചൂർ ACJM കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം മാത്രമേ നമുക്ക് വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ പറയുന്ന സമയത്ത് ഹാജരാകാൻ പറയുന്ന സ്ഥലത്ത് ഹാജരാകണം എന്നതടക്കമുള്ള പൊതു ഉപാധികളെല്ലാം തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ, അതായത് ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ പ്രചാരണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പും കഴിഞ്ഞ ദിവസം തന്നെ മൊബൈൽ ഫോണും ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പാസ്വേഡുകൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ഫയലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ആവശ്യമെങ്കിൽ അത് വെളിപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതിയിലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന കർശനമായ ഉപാധികളോടെയാണ് ഇപ്പോൾ ACJM കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം ഇത് പുറത്തേക്ക് വരുന്ന കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ടി.ജെ. മോഹൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം ഈ വിഷയത്തിൽ എന്താകും എന്നതിനു വേണ്ടിയാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ശരി, എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം. 3 ദിവസം അന്വേഷണവുമായി സഹകരിക്കണം, സമാനമായ കുറ്റങ്ങളിൽ പെടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഒപ്പം ടി.ജി. മോഹൻദാസിന്റെ പ്രതികരണം ഉണ്ടോ എന്നതും അറിയാം. എന്തായാലും ടി.ജി. മോഹൻദാസിനെ ഈ വിവാദ പരാമർശം വന്നപ്പോൾ തന്നെ RSS തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെ ടി.ജി. മോഹൻദാസിനെ തള്ളുന്നതായി RSS അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും ടി.ജി. മോഹൻദാസിനെ പിന്തുണച്ച സംഘപരിവാർ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ ടി.ജി. മോഹൻദാസിനെ RSS തള്ളുമ്പോൾ ടി.ജി. മോഹൻദാസ് RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലയും വഹിക്കുന്നില്ല എന്നും അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് എന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ടി.ജി. മോഹൻദാസിനെ അനുകൂലിച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇന്നലെ സംഘപരിവാർ അനുകൂലികളുടെ മുദ്രാവാക്യം വിളി ഉണ്ടായി. ടി.ജി. മോഹൻദാസിന് അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും അർപ്പിച്ചാണ് സംഘപരിവാർ അനുകൂലികൾ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത്. ഹിന്ദു ഐക്യവേദി നേതാക്കളായ RV ബാബുവും പ്രതീഷ് വിശ്വനാഥും അടക്കമുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ മോഹൻദാസിനെ പിന്തുണച്ചിരുന്നു. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുന്നുവെന്ന് RV ബാബു പറഞ്ഞു. വിദ്വേഷ പരാമർശം നടത്തിയ മോഹൻദാസിനെ അനുകൂലിച്ചുള്ള സംഘപരിവാർ അനുകൂലികളുടെ കമന്റുകളും ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സംഘപരിവാർ സൈദ്ധാന്തികൻ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതിൽ സംഘടനയെ പരിഹസിച്ച് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നതും കണ്ടു. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു സന്ദീപ് വാര്യർ RSSനെയും ടി.ജി. മോഹൻദാസിനെയും പരിഹസിച്ച് കുറിപ്പിട്ടത്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ പോസ്റ്റിലൂടെ അഭിനന്ദിക്കുകയും ചെയ്തു സന്ദീപ്. ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ലാത്തതുകൊണ്ടും ആഭ്യന്തരമന്ത്രിയുടെ പേര് രമേശ് ചെന്നിത്തല എന്നായതിനാലും അദ്ദേഹത്തിന് നട്ടലുള്ളതുകൊണ്ടും കേരളത്തിൽ സംഘത്തിന്റെ ആസ്ഥാന ബുദ്ധിജീവി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നായിരുന്നു സന്ദീപ് വാര്യർ ഈ കുറിപ്പിൽ പറഞ്ഞത്. എന്തായാലും RSS തള്ളിയതിനു ശേഷവും വലിയ രീതിയിലുള്ള പിന്തുണ ടി.ജി. മോഹൻദാസിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുണ്ട നേതാവ് അർജുൻ ആയിക്കും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ
പിന്തുണ ലഭിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPM പരസ്യമായി തള്ളിക്കളയുമ്പോൾ പോലും അണികളിൽ പലരും അർജുൻ ആയങ്കിക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു എന്നതാണ് കാണുന്നത്. എന്തായാലും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതാണ് ഈ രണ്ട് വ്യക്തികളുടെയും പ്രവൃത്തിയും വർത്തമാനങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അർജുൻ ആയങ്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിവിലിരുന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. ഒപ്പം സമാധാനപരമായി നടത്തിയ ഏറ്റവും വലിയ നീതിയുക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയാണ് TG മോഹൻദാസ് അപകീർത്തികരമായ രീതിയിൽ സംസാരിച്ചത്, വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയത്. പല തവണ TG മോഹൻദാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് അറസ്റ്റും നിരവധി സന്ദേശങ്ങൾ നൽകുന്നതാണ്, നിരവധി പേർക്ക് പാഠമാകേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് പറയുന്നത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് മുന്നിൽ കീഴടങ്ങി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടും അമിത്ഷാ സഭയിലെത്താത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പാർലമെന്റിന്റെ ഈ സമ്മേളനം തുടങ്ങി ഇതുവരെ ഒറ്റ ദിവസം പോലും കൃത്യമായി പ്രവർത്തിച്ചിട്ടില്ല സഭ. ഇതുവരെ സഭയിലെത്താത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. എല്ലാ ദിവസവും ബഹളമായി. സഭ പല തവണ മുടങ്ങി. എന്നാൽ ഇന്ന് പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ പാർലമെന്റിൽ സമഗ്രമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയെ അറിയിച്ചു. വെറും ഒരു പ്രസ്താവനയിൽ ഒതുക്കാതെ വിശദമായ ചർച്ച നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സഭയിലെത്തി വിഷയത്തിൽ മറുപടി പറയുമെന്നുമാണ് കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ് ഇന്നത്തെ സഭാ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത്. അമിത്ഷാ സഭയിലെത്തി വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമം വിശദീകരിക്കണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇതുവരെയുള്ള ആവശ്യം. ആരാണ് വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ഉപയോഗിക്കാൻ അനുമതി നൽകിയത് എന്ന ചോദ്യമുയർത്തി പാർലമെന്റിലെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പാർലമെന്റിലെ ഓഫീസിലെത്തിയിട്ടും പ്രതിപക്ഷ ബഹളം തുടർന്നിട്ടും അമിത്ഷാ പക്ഷേ സഭയിലെത്തിയില്ല. ഇത്രയും ദിവസം പ്രധാനമന്ത്രി ആദ്യ ദിവസം മാത്രമാണ് എത്തിയത്. പിന്നീട് പ്രധാനമന്ത്രിയും സഭയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ ആവശ്യത്തിന് മുന്നിൽ വഴങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിഷയത്തിൽ പാർലമെന്റിൽ സമഗ്രമായ ചർച്ചയ്ക്ക് തന്നെ തയ്യാറാണ് എന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയെ അറിയിച്ചിരിക്കുന്നു. വെറും ഒരു പ്രസ്താവനയിൽ ഒതുക്കാതെ വിശദമായ ചർച്ച നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അമിത്ഷാ തന്നെ സഭയിലെത്തി വിഷയത്തിൽ മറുപടി പറയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥി മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്നതാണ് കിരൺ റിജിജു അറിയിച്ചിരിക്കുന്നത്. ചർച്ചകളും ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയും നടക്കുമ്പോൾ പ്രതിപക്ഷം തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്. സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രിയുടെയും മറുപടി അവർ കേൾക്കാൻ തയ്യാറാകണം. ചർച്ച ആരംഭിച്ചാൽ എല്ലാ വശങ്ങളും തുറന്ന വിശകലനത്തിന് വിധേയമാക്കാം എന്നതാണ് കിരൺ റിജിജു പറഞ്ഞത്. राहुल गांधी जी ने मांग किया था कि होम मिनिस्टर अमित शाह जी को पार्लियामेंट में स्टेटमेंट देना चाहिए छात्र आंदोलन को लेकर के। हमने बहुत साफ कहा, सिर्फ स्टेटमेंट ही नहीं, होम मिनिस्टर अमित शाह जी पूरा डिबेट डिस्कशन का जवाब भी देंगे। और हमने अभी बिजनेस एडवाइजरी कमेटी का बैठक में कह दिया है कि छात्र आंदोलन को लेकर के सरकार पूरी तरह फुल फ्लेज
डिस्कशन के लिए तैयार है और एक एक पॉइंट को जवाब देने के लिए तैयार है और विपक्ष हंगामा करके डिस्टर्ब नहीं करना चाहिए। तो हमने अपना ऑफर दे दिया है। अब कांग्रेस और समाजवादी ऑपोजिशन पार्टी में कुछ मतभेद है, आपस में कुछ मतभेद है, वो सुलझा ले। हम तो चर्चा के लिए, छात्र का मामले है, हम चर्चा के लिए तैयार है। എന്നാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഈ വിശദീകരണത്തിന് ശേഷവും ഇരുസഭകളിലും പ്രതിപക്ഷാംഗങ്ങൾ ശക്തമായ ബഹളം തുടർന്നു. ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി ഇവർ സഭയിലെത്തി മറുപടി നൽകണമെന്നും ഇവർ സഭയിലെത്താത്തതിലായിരുന്നു പ്രതിഷേധം. ഇവർ സഭയിലെത്തി മറുപടി നൽകുമെന്നും അതിനാൽ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും സഭാധ്യക്ഷൻ ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിലെത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. पार्टी इनको के गृह मंत्री जी का जवाब के समय डरना नहीं है, भागना नहीं है, पूरा सुनना पड़ेगा। मैंने बिजनेस एडवाइजरी में भी सार्वजनिक महासभा के सामने में कह दिया है कि सरकार छात्र को लेकर के पूर्ण रूप से विस्तार से चर्चा के लिए तैयार है और पूरा जवाब देने के लिए तैयार है। माननीय पार्लियामेंट्री अफेयर्स मिनिस्टर ने आप लोग जो लगातार मांग कर रहे थे, आप लगातार मांग कर, अखिलेश यादव जी सुन लीजिए, अखिलेश जी सुन लीजिए, इधर सभी शांतिपूर्वक बैठे हुए हैं, आप सुन लीजिए। अगर माननीय संसदीय कार्य मंत्री जी कह रहे हैं कि माननीय गृह मंत्री जी इस सदन में चर्चा का उत्तर देने के लिए तैयार हैं, तो कृपया मैं अनुरोध करूंगा, आप सभी से रिक्वेस्ट करूंगा कि कृपया सदन को व्यवस्थित करें, सदन की कार्रवाई को चलाने दें। സഭാധ്യക്ഷൻ ഇതുപോലെ ആവർത്തിച്ച് അമിത്ഷാ സഭയിലെത്തുമെന്ന കാര്യം പറഞ്ഞിട്ടും പ്രതിപക്ഷ ബഹളം തുടരുകയായിരുന്നു. അതേ തുടർന്ന് സഭ ഇന്ന് പിരിയുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്താത്തതിനെ തുടർന്നുള്ള പ്രതിപക്ഷ ബഹളം ദിവസങ്ങൾ നീണ്ടപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. സഭയിൽ എത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ചെയർമാൻ അഭ്യർത്ഥിച്ചു. സഭയിൽ ഏതു മന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവിന് നിർദ്ദേശിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. റിജിജു ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴും ചെയർമാൻ ഇടപെട്ടു. പ്രതിപക്ഷ നേതാവിന്റേത് നിർദ്ദേശമല്ല, അഭ്യർത്ഥനയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടലും നിർദ്ദേശവുമായിരുന്നു. അതിനും പിന്നാലെയാണ് ഇപ്പോൾ അമിത്ഷാ സഭയിൽ എത്തുമെന്ന് കിരൺ റിജിജു തന്നെ ഇന്ന് സഭയെ അറിയിക്കുന്നത്. എങ്കിൽ പോലും പ്രതിപക്ഷം ഇന്നും അദ്ദേഹം ഹാജരാകാത്തതിൽ വലിയ പ്രതിഷേധമുയർത്തുകയായിരുന്നു ഇന്ന് സഭയിൽ. ഇന്ന് ആഭ്യന്തരമന്ത്രി പാർലമെന്റിലെത്തിയിരുന്നു. അതിനുശേഷവും സഭയിൽ ഹാജരായില്ല. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ഈ കനത്ത ബഹളത്തിനിടയിലും രാവിലെ അവതരിപ്പിച്ച പ്രധാന ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് പാസാക്കിയെടുത്തു. ട്രൈബ്യൂണൽ പരിഷ്കരണ ഭേദഗതി ബിൽ, ഗവൺമെന്റ് ഓഫ് കേരള പേരുമാറ്റൽ ബിൽ 2026 ഉൾപ്പെടെയുള്ള 4 നിർണായക ബില്ലുകളാണ് സഭയിൽ അവതരിപ്പിച്ചത്. ബഹളത്തിനിടെ ഈ ബില്ലുകൾ പാസാക്കിയ ശേഷമാണ് ഇരു സഭകളും നാളത്തേക്ക് പിരിഞ്ഞത്. ജൂലൈ 20-ന് ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ക്രൂരമായ പോലീസ് അതിക്രമത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് സർക്കാരിന്റെ ഈ പ്രസ്താവന വരുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഭാവി മുൻനിർത്തി ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണുകളും ആണിയടിച്ച ലാത്തികളും കണ്ണീർ വാതക ഷെല്ലുകളുമാണ് പോലീസ് പ്രയോഗിച്ചതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനമേറ്റെന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അസ്ഥികൾ വരെ തകർക്കപ്പെട്ടെന്നും ഇതിനോടകം 20 ദിവസത്തോളമായിട്ടും ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് മറുപടി നൽകിയിട്ടില്ല എന്നും എക്സിലെ കുറിപ്പിലൂടെയാണ് രാഹുൽ വീണ്ടും ആഞ്ഞടിച്ചത്. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നൊരാവശ്യം കൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചു. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സഭയിലെത്തി വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ സംസാരിക്കും, മറുപടി നൽകും എന്ന ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള സംഭാവനകൾ തട്ടിയെടുത്തെന്ന ആരോപണവും ഉയർത്തി പ്രതിപക്ഷം ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധിക്കുകയായിരുന്നു. ഇതുകൊണ്ടാണ് ലോക്സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടത്. ബഹളത്തിൽ ഒടുവിൽ സഭ പിരിയുന്ന സാഹചര്യം വരെ ഉണ്ടായത്. ഈ പാർലമെന്റ് നടപടികൾക്കായി തുടർച്ചയായി തടസ്സപ്പെടുന്നത് വഴി ഒരു മിനിറ്റിൽ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം ഓരോ നികുതിദായകർക്കും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് മണിക്കൂറിൽ 1.5 കോടി രൂപയും ഒരു ദിവസത്തെ സഭാ സമ്മേളനത്തിന് ഏകദേശം 9 കോടി രൂപയും വരും. 6 മണിക്കൂറാണ് ഒരു ദിവസം സഭ സമ്മേളിക്കുക. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷ കാലയളവിൽ മാത്രം സഭ തടസ്സപ്പെട്ടത് മൂലമുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് ഏതാണ്ട് 3300 കോടി രൂപയിലധികമാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൺസൂൺ സെഷൻ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ നഷ്ടത്തിന് ആര് മറുപടി പറയും എന്ന ചോദ്യം ബാക്കിയാണ്. മാത്രവുമല്ല, ഈ മൺസൂൺ സമ്മേളനത്തിൽ ലോക്സഭ പാസാക്കിയ 8 ബില്ലുകളിൽ 6 എണ്ണവും ചർച്ചകളൊന്നുമില്ലാതെയാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ പാസാക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ സഭയിൽ എന്താണോ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് നടക്കുന്നുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാണ്. ഈ നഷ്ടങ്ങൾക്കൊക്കെ ആര് മറുപടി പറയും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഫെഡറൽ അവകാശങ്ങളുടെ സംരക്ഷണം മുതൽ ഭാഷാ, വിദ്യാഭ്യാസം, ഗവർണറുടെ അധികാര പ്രയോഗം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. PM ശ്രീയിലും വന്ദേമാതരം ആലാപനത്തിലുമെല്ലാം കേരളവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം ശക്തമാണ്. ഇതിനിടയിലാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ വിവാദം ഉടലെടുത്തത്. ചീഫ് സെക്രട്ടറിയുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ വിവാദം ശക്തമായി. ഒടുവിൽ ആ നിർദ്ദേശം തള്ളി സർക്കാരും രാജ്ഭവനും രംഗത്തെത്തി. എന്നിട്ടും ആ കത്തിന് പിന്നിലെ സാഹചര്യം എന്ത്, കേന്ദ്ര നിർദ്ദേശത്തിന്റെ സ്വഭാവം എന്ത്, സംസ്ഥാനത്തിന്റെ നിലപാട് എന്ത് എന്നതടക്കം നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് തമിഴ്നാട് സ്വീകരിക്കുന്നത്. PM ശ്രീയിൽ കേന്ദ്രത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്ന തമിഴ്നാട് ഇപ്പോൾ വന്ദേമാതരം ആലാപനത്തിലും നിലപാട് കടുപ്പിക്കുകയാണ്. സർക്കാർ ചടങ്ങുകളിൽ ആദ്യം വന്ദേമാതരം ആലപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് മറുപടിയായി ആദ്യം തമിഴ് തായ് വാഴ്ത്ത് തന്നെ ആലപിക്കണമെന്ന പ്രമേയം തമിഴ്നാട് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയിരിക്കുകയാണ്. തമിഴ് തായ് വാഴ്ത്ത് കേന്ദ്രത്തിനെതിരായ വിജയ് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണോ? അതിനപ്പുറം തമിഴ് വികാരത്തെ രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിച്ച് സ്വന്തം ഇടമുറപ്പിക്കാനുള്ള വിജയ് സർക്കാരിന്റെ തന്ത്രമാണോ? പരിശോധിക്കാം. ഇന്ന് തമിഴ്നാട്ടിലെ ഔദ്യോഗിക സർക്കാർ ചടങ്ങുകളിൽ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് തന്നെ ആദ്യം ആലപിക്കണമെന്ന് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പ്രമേയം തമിഴ്നാട് നിയമസഭ ഏകകണ്ഠേന പാസാക്കുകയായിരുന്നു. തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിൽ ഇനി മുതൽ സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കണം എന്നതാണ് പ്രമേയം. സർക്കാർ ചടങ്ങുകളിൽ ദേശീയ ഗാനവും ദേശീയ ഗീതമായ വന്ദേമാതരവും ആലപിക്കണമെന്നത് കേന്ദ്ര സർക്കാർ നേരത്തെ കർശനമാക്കിയിരുന്നു. ആദ്യം വന്ദേമാതരവും രണ്ടാമത് ദേശീയ ഗാനവും ആലപിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഔദ്യോഗിക ചടങ്ങുകളിൽ ദേശീയ ഗാനത്തിന് തൊട്ടു മുൻപ് ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരിന്റെ നീക്കം. സംസ്ഥാന തമിഴ് ഗാനത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് പറഞ്ഞു. DMKയും അണ്ണാ DMKയും പ്രമേയത്തെ പിന്തുണച്ചതോടെ സ്പീക്കർ JCD പ്രഭാകർ പ്രമേയം പാസ്സായതായി പ്രഖ്യാപിച്ചു. തമിഴ് ഒരു ഭാഷ മാത്രമല്ല, അത് ജീവശ്വാസവും വികാരവുമാണ്. തമിഴ് എന്നാൽ അഭിമാനമാണ്, തമിഴ് എന്നാൽ അധികാരമാണ്. തമിഴ് എന്നൊരു വാക്ക് പറഞ്ഞാൽ തമിഴ്നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കും. തമിഴ്നാട്ടിൽ തമിഴ് തായ് വാഴ്ത്ത് 1ാം സ്ഥാനത്ത് തന്നെ വേണം. തമിഴ് തായ് വാഴ്ത്തിന് 1ാം സ്ഥാനം നൽകുന്നത് നമ്മുടെ അവകാശമാണ് എന്നതാണ് ജോസഫ് സി വിജയ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. நம்ம தமிழ் வெறும் மொழி மட்டுமல்ல, பேசினா வர்ற ஓசை மட்டுமல்ல, திரும்பவும் சொல்றேன், தமிழ் ஒரு மொழி மட்டுமில்ல, அது நம்ம உயிர், அது நம்ம உணர்வு. நம்மளை பெத்த தாய அம்மான்னு சொல்றப்பெல்லாம் பாசமும் சொந்தமும் நம்மளை அறியாமலே உயிரா, உறவா, உணர்வா, தானா உள்ளுக்குள்ள தோணும்ல. அதே மாதிரி ஏன் இன்னும் ஒரு படி மேலே போயே சொல்லலாம், தமிழ்னு சொன்னாலே எப்படி இருக்கும், என்ன ஆகும்னு சொல்லவா வேணும்.
தாய் எப்படி ஒரு மிகப்பெரிய புனிதமோ அப்படிதாங்க தாய்மொழியும். அதுலேயும் நம்ம தாய்மொழி தமிழ் மொழி இப்படி சொல்கிறதே போதும், எல்லாருக்கும் நம்ம தாய்மொழி உணர்வை பற்றி புரியும்னு நினைக்கிறோம். நம்ம தாய் நமக்கு மிகப்பெரிய புனிதம்னா நம்ம எல்லாருக்குமான தமிழ் தாய் பற்றி சொல்லவா வேணும்? தாயை போற்றுகிற வாழ்த்துகிற தமிழ்நாட்டு மண் தமிழ் தாய் வாழ்த்து எப்படி விடவும் மாட்டோம். നവംബർ 23 സർക്കാർ ചടങ്ങുകളിൽ ആദ്യ ഗാനമായി തമിഴ് തായ് വാഴ്ത്ത് ആലപിക്കണമെന്ന ഉത്തരവ് തമിഴ്നാട് സർക്കാർ പുറപ്പെടുവിക്കുന്നത്. 2021 അതിനെ സംസ്ഥാന ഗാനമായി അംഗീകരിച്ചു. മുഖ്യമന്ത്രി വിജയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ തമിഴ് തായ് വാഴ്ത്ത് മൂന്നാമതായാണ് ആലപിച്ചത്. അതിൽ അന്ന് വലിയ വിമർശനം ഉയർന്നിരുന്നു. ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയും തിരുത്തുമാണ് തമിഴ് തായ് പ്രമേയത്തിലൂടെ വിജയ് നൽകുന്നത്. എന്താണ് ഈ തമിഴ് തായ് വാഴ്ത്ത് എന്ന് നോക്കിയാൽ 1891 മനോന്മണീയം സുന്ദരൻ നാർ രചിച്ച മനോന്മണീയം എന്ന പ്രശസ്ത നാടകത്തിന്റെ ആമുഖത്തിൽ നിന്നുള്ള വരികളാണ് തമിഴ് തായ് വാഴ്ത്തായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. തമിഴ് തായ് വാഴ്ത്തിലെ വരികൾ ഇന്ത്യയുടെ ഭൂമിയിലെ സ്ഥാനവും അതിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്രാവിഡ നാടിനെയും വാഴ്ത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത് തന്നെ. കടലാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ സുന്ദരമായ മുഖമാണ് ഭാരതമെന്നാണ് ആദ്യ വരികൾ. ഭാരതത്തിന്റെ തെക്ക് ഭാഗം, അതായത് ദ്രാവിഡ നാട്, രാജ്യത്തിന്റെ അഴകുള്ള നെറ്റിയിലണിഞ്ഞ സുഗന്ധ തിലകമാണ് എന്നതാണ് വർണ്ണന. തുടർന്ന് തിലകത്തിന്റെ സുഗന്ധം പോലെ ലോകമെങ്ങും ആനന്ദം പകർന്ന് എല്ലാ ദിശകളിലും പ്രശസ്തി പരത്തി നിൽക്കുകയാണ് തമിഴ്നാടെന്ന് വർണ്ണിക്കുന്നു. നാടിന്റെ എന്നും നിലനിൽക്കുന്ന യുവത്വത്തിലും മഹത്വത്തിലും അത്ഭുതം കൂറി ഞങ്ങളെ തന്നെ മറന്ന് നിന്നെ വന്ദിക്കുന്നു എന്ന വരികളോടെയാണ് തമിഴ് തായ് വാഴ്ത്ത് അവസാനിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ തുടങ്ങുന്നതിന് മുൻപായി തമിഴ് തായ് വാഴ്ത്ത് നിർബന്ധമായും ആലപിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന പ്രത്യേക പ്രമേയമാണ് തമിഴ്നാട് ഇന്ന് പാസാക്കിയിരിക്കുന്നത്. സംസ്ഥാന ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2026 ജൂലൈ 9 കത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാരും അതിനു കീഴിലുള്ള സ്ഥാപനങ്ങളും സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്തിന് മുൻഗണന നൽകുന്നതിനായി ഏകീകൃതമായ ഒരു നടപടിക്രമം നടപ്പിലാക്കാനാണ് ഈ പ്രമേയത്തിലൂടെ ഇപ്പോൾ വിജയ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രമേയം ഐകകണ്ഠ്യേന പാസായതായി സ്പീക്കർ JCD പ്രഭാകർ അറിയിച്ചു. നിയമസഭ പാസാക്കിയ ഈ പ്രമേയം നടപ്പിലാക്കാൻ ആരുടെയും പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭയിലെ മുഖ്യമന്ത്രിയുടെ ശബ്ദം സമഗ്ര തമിഴ് ജനതയുടെയും വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. തമിഴ്നാടിന്റെ സാംസ്കാരികവും ഭാഷാപരവുമായ അവകാശങ്ങളിൽ തമിഴക വെട്രി കഴകം സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ജോസഫ് C. വിജയ് പറയുന്നുണ്ട്. തമിഴ് എന്നത് ഒരു ഭാഷ മാത്രമല്ല, അത് തങ്ങളുടെ ജീവനും വികാരവുമാണ്. സ്വന്തം മാതൃഭാഷ ഒരാളുടെ അമ്മയെപ്പോലെ തന്നെ പരിശുദ്ധമാണ്. തമിഴ് തായ് വാഴ്ത്ത് ആദ്യം ആലപിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനോ ഐക്യത്തിനോ എതിരല്ല, മറിച്ച് വൈവിധ്യത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ സങ്കല്പത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. വന്ദേ മാതരത്തിന് പകരം തമിഴ് തായ് വാഴ്ത്തിന് ആദ്യ സ്ഥാനം നൽകാനുള്ള തമിഴ്നാടിന്റെ തീരുമാനം കേന്ദ്ര സംസ്ഥാന അധികാര തർക്കത്തിൽ തമിഴ്നാട് സ്വീകരിക്കുന്ന കർശന നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഭാഷയും സംസ്ഥാന അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ വിജയ് തന്റെ രാഷ്ട്രീയ തന്ത്രം കൂടുതലായി വ്യക്തമായി അടയാളപ്പെടുത്തുകയാണ്. ഭാഷയും സംസ്ഥാന അവകാശങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത വിഷയങ്ങളാണെന്ന സന്ദേശമാണ് വിജയ് ഇതിലൂടെ നൽകുന്നത്. ഇനി ഈ പ്രമേയം കേന്ദ്രവുമായി പുതിയ രാഷ്ട്രീയ നിയമ പോരാട്ടത്തിന് വഴിയൊരുക്കുമോ എന്നതാണ് നിർണായകം ആവുക. ട്രംപും നെതന്യാഹുവും രണ്ടു വഴിക്കോ? അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമോ? നെതന്യാഹു ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി എന്തുകൊണ്ട് നിരസിച്ചു? ഇനി എന്ത് സംഭവിക്കും? അങ്ങനെ ഇസ്രയേലുമായി ബന്ധപ്പെട്ടും നെതന്യാഹുവിന്റെ നീക്കവുമായി ബന്ധപ്പെട്ടും ഒരുപാട് സംശയങ്ങൾ ഉയരുകയാണ്. ഒക്ടോബറിൽ ഇസ്രയേലിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നെതന്യാഹുവിനേറെ നിർണായകമാണ്. ഇറാനെതിരെ സ്വന്തം നിലയിൽ വിജയകരമായ സൈനിക നീക്കം നടത്താനായാൽ
അത് നെതന്യാഹുവിന് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും. അതിനുള്ള ശ്രമമാണോ നെതന്യാഹു നടത്തുന്നത് എന്നതാണ് സംശയിക്കപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ സമഗ്ര കരാറുകൾ ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ വലിയ നേട്ടമായാണ് ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. ട്രംപ് തന്റെ ഭരണകാലത്ത് പശ്ചിമേഷ്യയിൽ സമഗ്രമായ കരാറുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉയർത്തിക്കാട്ടുന്നു. അങ്ങനെ ട്രംപ് മുന്നോട്ട് വെച്ച പ്രധാന പദ്ധതിയാണ് ബോർഡ് ഓഫ് പീസ്. ഇതുൾപ്പെടെ പരസ്യമായി തള്ളിയ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഇസ്രയേൽ നേതൃത്വവും ട്രംപും തമ്മിലുള്ള അകൽച്ച വെളിവാക്കുന്ന ഏറ്റവും വ്യക്തമായ ഭിന്നതകളിൽ ഒന്നുകൂടിയാണ്. ഇറാനിലും പലസ്തീനിലും ട്രംപിനെ തള്ളി ഒറ്റയ്ക്ക് നീക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നെതന്യാഹു നൽകിയിരിക്കുന്നത്. എന്താണ് ഇസ്രയേലിന്റെ ഇറാനുമായി ബന്ധപ്പെട്ട നീക്കമെന്ന് നോക്കിയാൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രയേൽ ഒരുങ്ങുന്നതായാണ് സൂചനകൾ. ഇറാനെതിരെയുള്ള യുദ്ധത്തിന് തങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയോ അനുവാദമോ ആവശ്യമില്ലെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരെയുള്ള യുദ്ധം തടയാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷയ്ക്കായി ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന കർശന നിലപാടാണ് നെതന്യാഹുവിനുള്ളത്. ഇസ്രയേലിന്റെ നിബന്ധനകൾക്കനുസരിച്ച് സംഘർഷത്തിൽ പങ്കുചേരില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം നേരിട്ട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പരോക്ഷ സൂചനകൾ നൽകിയിരുന്നു. സംഘർഷം രൂക്ഷമാകാതെ ചർച്ചകളിലേക്ക് നീങ്ങണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം. യുദ്ധം ദീർഘകാലം തുടരുന്നത് ഇറാന്റെ പരാജയത്തിലേക്ക് എത്തിക്കില്ലെന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപ് ഈ നിലപാടെടുക്കുന്നത്. ഇത് സ്വീകാര്യമല്ല എന്നതാണ് നെതന്യാഹു നൽകുന്ന സൂചന. സൈനികർക്ക് അനുവദിച്ച അവധികൾ റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ഫെബ്രുവരി 26-ന് സമാനമായ രീതിയിൽ സൈനികരുടെ അവധി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് 28-ന് ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയത്, യുദ്ധം തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നടപടി മറ്റൊരു വലിയ സൈനിക നീക്കത്തിന്റെ മുന്നോടിയാണോ എന്ന സംശയമാണ് ബലപ്പെടുന്നത്. ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായാൽ കടുത്ത രീതിയിൽ പ്രത്യാക്രമണം നടത്തുമെന്നതാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഹൈഫയിലെ റിഫൈനറിയും ടെൽ-അവീവും ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാനിൽ ഇതിനിടെ വൻ അഴിച്ചുപണി നീക്കം നടത്തിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയി അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ പ്രത്യാക്രമണം കടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സൂചന നൽകുന്നു. ഇറാന്റെ ഉന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് ബാഗേർ സോൾഖാദറിനെ മാറ്റിയ മുജ്തബ പകരം റവല്യൂഷണറി ഗാർഡിന്റെ മുൻ കമാൻഡർ മൊഹ്സിൻ റസായിയെയാണ് അവിടെ നിയമിച്ചിട്ടുള്ളത്. മാർച്ചിൽ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടപ്പോഴായിരുന്നു സെക്രട്ടറിയായി സോൾഖാദർ എത്തിയത്. സോൾഖാദറിന് തന്റെ രാഷ്ട്രീയ ഉപദേശക സ്ഥാനമാണ് പുതുതായി മുജ്തബ നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഭരണതലത്തിൽ തീവ്ര നിലപാടുള്ളവർ പിടിമുറുക്കുന്നുവെന്ന സൂചനയാണ് ഈ നിയമനങ്ങൾ നൽകുന്നത്. ഗൾഫ് മേഖലയിലേക്ക് നടക്കുന്ന ആക്രമണത്തെ ന്യായീകരിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രംഗത്തു വന്നതും ശ്രദ്ധേയമാണ്. ഈ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് ഇറാനെ അമേരിക്കൻ സൈന്യം ആക്രമിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചടിക്കാൻ ഇറാൻ അവകാശമുണ്ടെന്ന് പെഷസ്കിയാൻ പറഞ്ഞു. നെതന്യാഹു ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി എന്തുകൊണ്ട് നിരസിച്ചു? ഇനി എന്ത് സംഭവിക്കും? ട്രംപ് മുന്നോട്ട് വെച്ച 15 പോയിന്റുള്ള ഗാസ സമാധാന പദ്ധതി നിരസിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുന്നതുവരെ ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കില്ല എന്നാണ്. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുന്നതുവരെ ഗാസയിലെ ഒരു ഭാഗത്തു നിന്ന് പോലും ഇസ്രയേൽ പ്രതിരോധ സേന പിൻവാങ്ങില്ല എന്ന് നെതന്യാഹു അടിവരയിട്ടു. ട്രംപ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചരിത്രപരമായ മുന്നേറ്റമായി വിശേഷിപ്പിച്ച പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ നെതന്യാഹു തള്ളിയതോടെ നയതന്ത്രപരമായ ഒത്തുതീർപ്പിനേക്കാൾ സൈനിക വിജയത്തിനാണ് ഇസ്രയേൽ മുൻഗണന നൽകുന്നതെന്ന സന്ദേശമാണ് പുറത്തുവന്നത്. യുദ്ധാനന്തര ക്രമീകരണങ്ങളെക്കുറിച്ച് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അമേരിക്കൻ ചർച്ചാ സംഘവുമായി തുടർച്ചയായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് നെതന്യാഹു സമ്മതിച്ചു. എന്നാൽ തങ്ങളുടെ പ്രധാന സൈനിക നിബന്ധനകളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട ബാധ്യത ഇസ്രയേലിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന പദ്ധതി നിരസിക്കുന്നതിനൊപ്പം പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള തന്റെ എതിർപ്പും നെതന്യാഹു വീണ്ടും വ്യക്തമാക്കി. താൻ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്നതാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ജൂലൈയിലാണ് ട്രംപിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡ് ഓഫ് പീസ് 15-ന് ഗാസ സമാധാന പദ്ധതി നിർദ്ദേശിച്ചത്. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പകരമായി ഗസയിൽ നിന്ന് ഇസ്രയേൽ സേന പൂർണ്ണമായും പിന്മാറണമെന്നും ഭരണം സ്വതന്ത്രമായ പലസ്തീൻ നാഷണൽ കമ്മിറ്റിക്ക് കൈമാറണമെന്നുമായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ഉള്ളടക്കം. കരാർ ഘട്ടങ്ങളായി നടപ്പിലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങണമെന്ന നിബന്ധനയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്.
ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് പ്രതിനിധികൾ ഈ സമാധാന പദ്ധതിയെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നുണ്ട്. പദ്ധതി മാത്രമാണ് നിലവിലെ ഏക പോംവഴിയെന്ന് ബോർഡ് ഓഫ് പീസിന്റെ ഗാസയിലെ ഉന്നത പ്രതിനിധിയായ നിക്കോളായ് മ്ലഡനോവ് ഇസ്രായേലി ടെലിവിഷനോട് പറഞ്ഞു. ഇത്തരമൊരു ദുരന്തം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ഈ നിർദ്ദേശം അംഗീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ കരാർ ലംഘനങ്ങൾക്കെതിരെ നേരത്തെ തന്നെ അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരുന്നു. സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ എന്നീ 8 പ്രധാന മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. 15 പദ്ധതി ഉപേക്ഷിക്കുന്നത് സമാധാന നീക്കങ്ങളെ പൂർണ്ണമായും തകർക്കുമെന്നും പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുമെന്നും പശ്ചിമേഷ്യയിൽ നിയന്ത്രിക്കാനാകാത്ത സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നും സംയുക്ത പ്രസ്താവന മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ സമ്മർദ്ദങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് നെതന്യാഹു ഇപ്പോൾ സ്വന്തം നിലയിൽ നീങ്ങുന്നത്. നെതന്യാഹുവിന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഈ വർഷം ഒക്ടോബറിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കടുത്ത നിലപാടുള്ള സഖ്യകക്ഷികളിൽ നിന്നും വിഭജിക്കപ്പെട്ട വോട്ടർമാരിൽ നിന്നും നെതന്യാഹുവിന് ശക്തമായ സമ്മർദ്ദമുണ്ട്. സമീപകാലത്ത് തീവ്ര വലതുപക്ഷ സഖ്യ നേതാക്കളായ ധനമന്ത്രി ബസലേൽ സ്ട്രോമിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗർ എന്നിവർ പ്രാദേശിക പിൻവാങ്ങലോ പലസ്തീൻ ഭരണവുമായി ബന്ധപ്പെട്ട ഇളവുകളോ ഉൾപ്പെടുന്ന ഏതെങ്കിലും കരാർ അംഗീകരിച്ചാൽ സർക്കാർ സഖ്യം തകർക്കുമെന്ന് തുറന്നു പറഞ്ഞിരുന്നു. സ്മോട്രിച്ച് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലും ഇതേ കടുത്ത നിലപാട് ആവർത്തിച്ചു. ഗാസയിൽ ഹമാസ് ഉണ്ടാകരുത്, അതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം. ഹമാസ് നിരായുധീകരിക്കപ്പെടുന്നതിന് മുൻപ് IDF ഗാസയിൽ നിന്ന് 1 മില്ലിമീറ്റർ പോലും പിൻവാങ്ങാൻ പാടില്ല എന്ന് സ്മോട്രിച്ച് പറയുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഖ്യ സർക്കാരിന്റെ ഐക്യം നിലനിർത്തുന്നത് രാഷ്ട്രീയമായി വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന സാഹചര്യത്തിൽ. ഇസ്രായേലിലെ പൊതുജനാഭിപ്രായ സർവേകൾ സമ്മിശ്ര നിലപാടാണ് കാണിക്കുന്നത്. ശേഷിക്കുന്ന സുരക്ഷാ ഉറപ്പുകൾ ഉറപ്പാക്കാൻ അന്തിമ പരിഹാരം വേണമെന്ന് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഹമാസിനെ നിരായുധീകരിക്കുന്നതിൽ അന്താരാഷ്ട്ര സേനയെയോ പലസ്തീൻ സാങ്കേതിക വിദഗ്ധരുടെ ഭരണ സംവിധാനത്തെയോ ആശ്രയിക്കാമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ സ്പെക്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംശയമുണ്ട്. വാഷിംഗ്ടണിലെ സമ്മർദ്ദത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ നെതന്യാഹു തന്റെ വലതുപക്ഷ പിന്തുണ ഉറപ്പാക്കാനും വിദേശ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ദേശീയ സുരക്ഷയുടെ ശക്തനായ സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള തന്ത്രപരമായ ഏകോപനത്തെക്കാൾ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനാണ് നെതന്യാഹു മുൻഗണന നൽകുന്നതെന്ന് ആരോപിക്കുന്നുണ്ട്. ഇറാനിൽ എന്തായാലും താൽക്കാലികമായി ആക്രമണം നടത്തി സാമ്പത്തിക യുദ്ധം മുറുക്കി വറുതിയിലാക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിനും ഗാസ സമാധാന പദ്ധതിക്കും വെല്ലുവിളിയാണ് നെതന്യാഹുവിന്റെ നീക്കം. നെതന്യാഹുവിന്റെ നീക്കങ്ങൾ പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ട്രംപ് ഇടപെടുമോ? ഇരു രാജ്യങ്ങളിലും നിർണായക തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും താൽപര്യങ്ങളുടെ പരസ്യ ഏറ്റുമുട്ടലാണോ ഇനി ലോകം കാണാൻ പോകുന്നത് എന്നതാണ് സംശയം. ഇപ്പോൾ TG മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുന്നു. സർവ് ചെയ്യാതെ അയാളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അതും ഇപ്പോൾ 79 പോലുള്ള ഒഫൻസുകൾ ഇട്ടിട്ടും പരാതിക്കാരനായിട്ടുള്ളതൊരു ആണാണ്. സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നാണ് കേസ്. ഒരു സ്ത്രീ പോലും പരാതിയായിട്ട് വന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ടിലും മറ്റൊരു രേഖയിലും ഒരിടത്തും വേറെ പരാതികളുണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. അത് വാക്കാൽ പറഞ്ഞാൽ പോലും ഒരു രേഖകളിലും മറ്റു പരാതികളെക്കുറിച്ച് പറയുന്നില്ല. അബ്ദുള്ള ഹാഷിം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പരാതിയിൽ മാത്രം എടുത്തിട്ടുള്ള FIR ആയിരുന്നു ഇത്. നോട്ടീസ് കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം പണിഷ്മെന്റ് 5 വർഷത്തിനകത്തേ ഉള്ളൂ. അതുകൊണ്ട് കോടതിക്ക് ജാമ്യം കൊടുക്കാനുള്ള ഒഫൻസ് തന്നെയാണ്. ആ കാര്യങ്ങൾ പരിഗണിക്കാൻ കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ തന്നെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അവർക്ക് കസ്റ്റഡി ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് ഈ ചാനൽ പത്രിക എന്ന മറ്റു പേരുള്ള ആ ചാനലിന്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവർക്ക് ബാക്കി യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവർക്ക് കസ്റ്റഡി വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ക്യാമറ, മൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സീസ് ചെയ്തിരുന്നു. പിന്നെ ഈ പറയുന്ന കണ്ടന്റ് 2 വീഡിയോയിലും ഈ ഒഫൻസ് അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഒന്നുമില്ല. വീഡിയോയുടെ മുഴുവൻ ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഭാഗം. അത് കോടതി പരിഗണിച്ചിരുന്നു. അതിൽ ഒഫൻസ് അട്രാക്ട് ചെയ്യുന്ന തരത്തിലൊന്നും വന്നിട്ടില്ല. പരാതിക്കാരന് രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന അറിവ്. നാളെയും മറ്റന്നാളും അടുത്ത ദിവസവും ഇന്ററോഗേഷന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നേ ഹാജരാവണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ. അത് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഒപ്പിടണം. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, സമാനമായ ഇഷ്യൂസ് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണ്ടീഷൻസ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു തരത്തിൽ ഡിഫൻസും പറഞ്ഞിട്ടില്ല, പ്രതിഭാഗം അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ പ്രതിഭാഗം ഉറച്ചു തന്നെയാണ് നിന്നത്. TG മോഹൻദാസിന് ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ TG മോഹൻദാസിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുന്നതാണ് കണ്ടത്. നമ്മുടെ സമയം അവസാനിക്കുന്നു. നേരം വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.
എല്ലാ പ്രേക്ഷകർക്കും